നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ വിഷയത്തെപ്പറ്റി നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് അനേക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മാതാപിതാക്കന്മാരുടെ ആവലാതി പൂർവാധികമായി വർദ്ധിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ്, അതിലവരോട് ചേർന്ന് സഹതപിക്കുന്നത് കൊണ്ടാണ് അല്പം ഒരുമിച്ച് ചിന്തിക്കുന്നത് അത്യാവശ്യമാണ് എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേരുവാനിടയായത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രാവർത്തിക അറിവുകളെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനം പ്രദാനം ചെയ്യുവാൻ സാധ്യതയുള്ള തിരിച്ചറിവുകളെ അല്പം ക്ഷമയോടുകൂടെ പരിചയപ്പെടുക മാത്രമല്ല, അത് സ്വായത്തമാക്കുവാനുള്ള ഒരു സഹകരിച്ചുള്ള പ്രയത്നം പ്രേക്ഷകരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ കേൾവിക്കാരായിട്ടല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്നോടുകൂടെ ചേർന്ന് കൈകാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ അന്വേഷകരായിട്ടാണ്. എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രദാനം ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ്. അന്വേഷണമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പത്ത്, അല്ലെങ്കിൽ എല്ലാ നന്മയുടെയും സ്രോതസ്സ് എന്ന് അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളും അപ്രകാരം തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിൽ കൂടെ മാതാപിതാക്കന്മാരായി എന്നതുകൊണ്ട് അങ്ങനെ അവർക്ക് മക്കൾ ജനിച്ചു എന്നതുകൊണ്ട് അവർക്ക് മക്കൾ ഉണ്ടാകണമെന്നില്ല. മക്കൾ അവരിൽ കൂടെ ജനിച്ചു എന്നതുകൊണ്ട് അവർ അവരുടെ മക്കൾ ആകണമെന്നില്ല. ഇത് ഞാൻ പറയുമ്പോൾ പലരും അരിശം പൂണ്ട് കോപിച്ച് മറുതലിക്കാനാണ് സാധ്യത എന്നറിയാം. പക്ഷേ ഇതിലാശയം നിങ്ങൾ അല്പം ശ്രദ്ധിച്ചിട്ട് കോപത്തിലോ അക്രമത്തിലോ ഏർപ്പെട്ടാലും പ്രശ്നമില്ല. മക്കൾ നമ്മുടേതാണ് എന്ന ധാരണ ഒരു മിഥ്യയാണ് എന്ന അഭിപ്രായം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ രൂപപ്പെട്ടു വന്നിരുന്നു എന്ന് നമുക്കറിയാം. അത് അനേക ചിന്തകർ, അനേക എഴുത്തുകാർ, മക്കൾ നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല, നിങ്ങൾ അങ്ങനെ അവരെ കാണരുത്, ആത്യന്തികമായി അവർ നിങ്ങളുടെ മക്കളല്ല, അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവരുടെ ജീവിതം ജീവിപ്പാനായി നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കൂ എന്ന ഒരാശയം. ഉദാഹരണമായിട്ട് സൗത്ത് അമേരിക്കയിലുള്ള ഒരു ആപ്തവാക്യം, മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് വേരും ചിറകുമാണ് എന്ന ഒരു ആപ്തവാക്യമുണ്ട്. വേരും ചിറകും. വേരുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കും, ചിറകുണ്ടെങ്കിൽ പറന്നു പോകും. രണ്ടും ഒരേ സമയത്ത് ആവശ്യമാണ്. വേരുള്ളത് കൊണ്ട് അവർ വളരുമ്പോൾ അവരുടേതായ വ്യക്തിത്വത്തിലും ആ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഡെസ്റ്റിനി, അവരുടേതായ ഭാവി, അതിലേക്കാണ് അവർ വളരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏച്ചുകെട്ടായിട്ടല്ല നമ്മുടെ മക്കൾ വളരേണ്ടത്. അവരുടെ വളർച്ചയിൽ നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയാത്ത സാധ്യതകൾ ദൈവം എഴുതി ചേർത്തിട്ടുണ്ട് എന്നത് ആത്മീയമായി നോക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് സ്വാർത്ഥതയിൽ കൂടെയല്ല മാതാപിതാക്കളായ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് എക്കാലത്തും ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വേര് മാത്രം മുളയ്ക്കുവാൻ സഹായിച്ചാൽ പോരാ, അവർക്ക് ചിറക് കിളിക്കാനും സഹായിക്കണം. അവർ പറന്നുയരട്ടെ. അവർ പറന്നുയരുമ്പോൾ അവരെ പട്ടം പോലെ നമ്മൾ പറപ്പിക്കരുത്. പട്ടം പറക്കുമ്പോൾ അതിൻ്റെ ചരട് നമ്മുടെ കയ്യിലാണല്ലോ. പല മാതാപിതാക്കന്മാരും അവരുടെ കുഞ്ഞുങ്ങൾ പറക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഒരു പട്ടം പോലെ പറക്കാവ്, പക്ഷി പോലെ പറക്കരുത്. അവരുടെ പറക്കലിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലായിരിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ
ചിലരതിൽ വിജയിക്കുന്നു, ബഹുഭൂരിപക്ഷം ആളുകളും പരാതിപ്പെടുമ്പോൾ അതിലവർ സങ്കടപ്പെടുന്നു. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കന്മാരുടെ സ്വകാര്യ സ്വത്തല്ല എന്ന തിരിച്ചറിവ് മനുഷ്യരുടെ പിറന്നിട്ട് സഹസ്രാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളായി. അതിപ്പോൾ നമ്മളായിട്ട് ഈ കാലത്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നിട്ടും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കേണ്ട അത്യാവശ്യം ഇപ്പോൾ മുറ്റി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായി ചിന്തിക്കാം. അതിനുതകുന്ന വിധത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു ഉപമ, ഞാനതിനെപ്പറ്റി ഇതിന് മുൻപ് പല വിധത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വീഡിയോയുടെ ഉള്ളടക്കം പൂർവ്വകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുമായി വളരെ വ്യത്യാസമുള്ളതാണ്. ഇതിൽ യാതൊരു ആവർത്തനവുമില്ല. ഞാൻ ആശയങ്ങൾ ആവർത്തിക്കാറില്ല കഴിയുന്നത്രയും. പിന്നെ മറവിക്കേട് വന്ന് ചില കാര്യങ്ങൾ ആവർത്തിച്ചുവെങ്കിൽ മാത്രം. കാരണം ആത്മീയ ഗോളത്തിൽ ഒന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അന്ത്യമില്ലാത്ത ഒരു വലിയ സാഗരം പോലെയാണ്. ഇതിൻ്റെ അറിവുകളും തിരിച്ചറിവുകളും ജ്ഞാനവും പരിജ്ഞാനവും എന്നതാണ് യാഥാർത്ഥ്യം. വളരെ സന്തോഷം നൽകുന്ന യാഥാർത്ഥ്യം. യേശുവിൻ്റെ ഉപമ, അത് നാം അതിനെ മുടിയനായ പുത്രൻ്റെ ഉപമ എന്ന പേരിലാണ് അറിയുന്നത്. തികച്ചും തെറ്റാണ്. മുടിയനായ പുത്രൻ എന്ന വാക്ക് യേശു ഉപയോഗിച്ചിട്ടില്ല. പ്രോഡിഗൽ സൺ, മരിച്ചുപോയി. അപ്പൻ പറയുന്നുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചു പോയി അവനിതാ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന മകൻ്റെ ഉപമ എന്ന് വേണമെങ്കിൽ, സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ അതിന് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ. എന്നാൽ ആ അപ്പൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവൻ നഷ്ടപ്പെട്ടു പോയ മകൻ അല്ല. വാസ്തവത്തിൽ മരിച്ചിട്ട് ജീവനിലേക്ക് മടങ്ങി വന്ന മകൻ എന്ന് പറഞ്ഞാൽ ഈ ഉപമയുടെ അന്തസത്തയോട് അത് യോജിച്ച് നിൽക്കുന്ന ഒരു ശീർഷകമായിരിക്കും എന്നതാണ് ഈ ഉള്ളവൻ്റെ എളിയ അഭിപ്രായം. മരിച്ചിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന, അല്ലെങ്കിൽ മരിച്ചിട്ട് മനുഷ്യത്വത്തിലേക്ക് മടങ്ങി വന്ന മകൻ്റെ ഉപമ. അത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ നിർബന്ധം പിടിക്കുന്നുവെന്ന് ഇനിയുമുള്ള ആശയങ്ങൾ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ കൃത്യമായും വെളിപ്പെട്ട് വരും എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അപ്പോൾ ഇവിടെ ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം കരുതി. എന്തുകൊണ്ടാണ് 2 മക്കൾ ഈ ഉപമയിൽ വരേണ്ടത് എന്നത് വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യമാണ്. തൽക്കാലം ഞാൻ ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നില്ല. അതൊരിളയ മകൻ അവൻ്റെ ഓഹരി പറ്റി അത് വിറ്റ് കാശാക്കി ദൂരദേശത്തേക്ക് പോയി. അതിൻ്റെ അർത്ഥം ആ പിതാവ് അന്ന് വരെയും ധരിച്ചിരുന്നത് ഈ 2 മക്കളും എൻ്റേതാണ്. ആ ധാരണ തികച്ചും തെറ്റാണ് എന്ന് ആ പിതാവിന് ബോധ്യം വരത്തക്കവണ്ണമുള്ളൊരു സംഭവ വികാസത്തെയാണ് യേശു ഈ ഉപമയുടെ നട്ടെല്ലായി ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അല്പനാളുകളെ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ യുവാവായ പുത്രൻ, ഇളയ പുത്രൻ, നമുക്കറിയാം എല്ലാ മാതാപിതാക്കന്മാർക്കും ഇളയ പുത്രന്മാരോടോ ഇളയ പുത്രിയോടോ അല്പം വാത്സല്യം കൂടുതലാണ്. ആ ബലഹീനത മിക്കവാറും എല്ലാ മാതാപിതാക്കന്മാരിലുമുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ആരും തന്നെ ഒരു വേറിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അങ്ങനെ ഇളയ മകനാണ് അപ്പനോട് ഓഹരി വാങ്ങിച്ച് അങ്ങ് ദൂരദേശത്തേക്ക് പോയി. അതിൻ്റെ അർത്ഥം, ഞാൻ നിൻ്റെ സ്വത്ത് എനിക്ക് വേണം, പക്ഷേ ഞാൻ നിൻ്റെ സ്വത്തല്ല. നിൻ്റെ സ്വത്ത് എനിക്കുള്ളതാണ്, പക്ഷേ ഞാൻ നിൻ്റെ സ്വത്തല്ല എന്ന് പിതാവെ ദയവായി അറിഞ്ഞാലും എന്ന ഒരു ദൂതാണ്, മെസ്സേജാണ്. ആ ദൂരദേശത്തേക്കുള്ള പോക്കിൽ കൂടെ വാക്കുകൊണ്ട് പറയാതെ പ്രവൃത്തിയിൽ കൂടെ ഈ ഇളയ മകൻ തൻ്റെ വാത്സല്യ പിതാവിനെ അറിയിച്ചത് എന്നാണ് ഇപ്പോഴെനിക്ക് മനസ്സിലാക്കാനിടയാകുന്നത്. ആ ഒരു സാധ്യതയെ കുറച്ചുകൂടെ പ്രബലപ്പെടുത്തുന്ന വിധത്തിലാണ് പിന്നെ ആ ദൂരദേശത്ത് പോയി ആ യുവാവ്, അപ്പോൾ അന്ന് തൊട്ട് അവൻ മകനല്ല, അവൻ യുവാവ് മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ യുവാവ്
അവൻ മകൻ അല്ല, അവൻ യുവാവായി. അപ്പോൾ നമ്മുടെ മക്കൾ വളരുമ്പോൾ നാം അവരെ വളർത്തുന്ന വിധമനുസരിച്ച് അവരൊരു പ്രായമാകുമ്പോൾ അവർ പറയും, ഞങ്ങൾ മക്കളല്ല, ഞങ്ങൾ യുവതീ യുവാക്കന്മാരാണ്. അതുകൊണ്ട് അവർ തിരിഞ്ഞു ചോദിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഞാനൊരിക്കൽ ന്യൂയോർക്കിൽ ഒരു ഭവനത്തിൽ, അന്ന് ഞാൻ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന കാലമാണ്. അപ്പോൾ പല സഭകളുടെയും താല്പര്യത്തിൽ ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭവനങ്ങളിലാണ് എനിക്ക് താമസ സൗകര്യം ഒരുക്കുന്നത്. അങ്ങനെ ഒരു ഭവനത്തിൽ താമസിക്കുമ്പോൾ മലയാളി കുടുംബമാണ്, എനിക്കറിയാം. അപ്പോൾ അവിടെ ടീനേജുള്ള ഒരു പെൺകുട്ടി, ഒക്കെ കൂടിപ്പോയാൽ 14, 15, കൂടിപ്പോയാൽ 16 വയസ്സ് പ്രായം. രാത്രി ഒരു 10:30 ആയപ്പോൾ വീട്ടിൽ മടങ്ങി വന്നു. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് ഇട്ടും പൊട്ടും അറിയില്ല, ഇതെവിടെ പോയി എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ മക്കളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് മാതാപിതാക്കന്മാർക്ക് വലിയ താല്പര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ പ്രസംഗിച്ചൊക്കെ നടക്കുന്ന ആളുകളോട് ചില ബഹുമാനമുണ്ട്. അവർ അർഹിക്കുന്നില്ല, എങ്കിലും പാരമ്പര്യം കൊണ്ടും താരിപ്പ് കൊണ്ടും അവർ ഞങ്ങളെപ്പോലെയുള്ളവരെ ബഹുമാനിക്കുന്നു. ഞങ്ങൾക്കൊന്നും അതിനുള്ള അർഹതയില്ല എന്ന് ദൈവം അറിയുന്നു എന്ന് ഞാൻ ഈ സമയത്ത് അങ്ങ് സമ്മതിക്കുകയാണ്. എൻ്റെ കാര്യമാണ് പറഞ്ഞാൽ, ഞാൻ മറ്റുള്ള കാര്യമല്ല. ഞാൻ ആരുടെയും ബഹുമാനം അർഹിക്കുന്ന ആളല്ല. എങ്കിലും അനേകം ആളുകളുടെ, ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ ബഹുമാനം എന്തുകൊണ്ടോ അറിഞ്ഞും രുചിച്ചുമാണ് ഈ അടുത്ത കാലം വരെ ഞാൻ കഴിഞ്ഞുകൂടിയത്. അതെന്നെ നന്നേ ലജ്ജിപ്പിക്കുന്നുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ സമ്മതിക്കുകയാണ്. അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ, ഈ മകളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ മാതാപിതാക്കന്മാർ ഇങ്ങനെ താല്പര്യപ്പെടും. പക്ഷേ മകൾ വരുന്നില്ല, അപ്പോൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ മകൾ വീട്ടിൽ വന്നപ്പോൾ അല്പം എളിഭ്യനായ അപ്പൻ അല്പം പരുഷത്തിൽ ചോദിച്ചു, ഇതുവരെ നീ എവിടായിരുന്നില്ല എന്ന് ചോദിച്ചു. ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പോൾ അവൾ തിരിഞ്ഞ് വളരെ ക്രൂരമായ കണ്ണുകളോടെ അപ്പനെ നോക്കിയിട്ട് പറഞ്ഞു, ഹൗ ഡേ യു ഇൻ്റർഫിയർ വിത്ത് മൈ ലൈഫ് എന്നാണ് ചോദിച്ചത്. എൻ്റെ ജീവിതത്തിൽ കൈകടത്താൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഈ കൗമാരപ്രായത്തിലുള്ള അരുമ മകൾ അപ്പനോട് അരിവാൾ കൊണ്ട് വീശുന്ന വിധത്തിൽ ചോദിച്ചത് എന്നത് ദൃക്സാക്ഷിയാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുങ്ങൾ വളരുമ്പോൾ മകൻ മകൾ എന്ന അവസ്ഥയിൽ നിന്ന് യുവാവ് യുവതി എന്ന അവസ്ഥയിലേക്ക് അവർ തന്നെ കയറിപ്പോകും, അല്ലെ മാറ്റി ചവിട്ടും. അതങ്ങനെ വരുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ ആ കാരണം വളരെ സാവകാശത്തിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പരിവർത്തനത്തെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കന്മാരും തിരിച്ചറിയുന്നില്ല. ഞാനൊരു പിതാവാണ്, എനിക്ക് 2 മക്കളുണ്ട്. ഇളയ മകൾക്ക് 41 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ഇപ്പോഴും അവളെ എൻ്റെ ഒരു കൈക്കുഞ്ഞ് പോലെയാണ് കാണുവാൻ എനിക്ക് താല്പര്യം. വേണ്ട, എൻ്റെ ഇളയ സഹോദരിക്ക് 65 വയസ്സ് പ്രായമുണ്ട്. ഞാൻ എൻ്റെ ഇളയ സഹോദരിയെ എൻ്റെ ഒരു മകളെ പോലെയാണ് ഇപ്പോഴും കാണുന്നത്. സത്യം അങ്ങനെയാണ്. മനുഷ്യൻ്റെ പരിമിതിയാണത്. ഞാനാരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ എൻ്റെ ബലഹീനത നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മാറ്റം വരുന്നതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ എന്താണ്. മാറ്റങ്ങളുണ്ട്, അതിൻ്റെ മർമ്മങ്ങളുണ്ട്. ഇത് വേണ്ടതുപോലെ തിരിച്ചറിയുന്നതിൽ മാതാപിതാക്കന്മാർ പരാജയപ്പെടുന്നു. അതവരെ ഓർമ്മിപ്പിക്കാൻ കൂടെയാണ് യേശു ഉപമ പഠിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും നാം അതിനെ സമീപിക്കുകയോ അതിൻ്റെ പൊരുൾ ഒന്ന് അഴിച്ച് വായിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഭവനം വിട്ടിറങ്ങി ദൂരദേശത്തേക്ക് പാർക്കുന്ന ആ വ്യക്തി അന്ന് തൊട്ട മകനല്ല, അവൻ യുവാവ് മാത്രമാണ്. എന്നാൽ അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് എന്നാൽ അർമാദിച്ചൊക്കെ ജീവിച്ച് അവൻ്റെ പോക്കറ്റ് കാലിയായപ്പോൾ അവൻ അവിടെ പന്നികളൊക്കെ വളർത്തുന്ന ഒരുത്തൻ്റെ അടുത്ത് ചെന്ന് ആശ്രയിച്ച് പന്നികൾ തിന്നുന്ന ആഹാരമെങ്കിലും കഴിച്ച് എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവൻ അങ്ങനെ ആയിത്തീർന്നിട്ട് ആരും ഒരു പന്നിക്ക് കൊടുക്കുന്ന
ആഹാരം പോലും കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി. പക്ഷേ അതുകൊണ്ട് അവന് നല്ല ബുദ്ധി ഉദിച്ചു. അവനാദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് പ്രാപിച്ചു. എന്താണ്? എനിക്കൊരു പിതാവുണ്ട്. അതുവരെയും അവൻ്റെ ശ്രദ്ധ പിതാവിൻ്റെ ധനത്തിലായിരുന്നു. ആ ധനത്തിൽ നിന്ന് താൻ പ്രാപിക്കേണ്ട ഓഹരിയിൽ പറ്റിയാണ്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ സന്തോഷിപ്പിക്കുന്നത് അവരുടെ പണക്കൊഴുപ്പിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് ചെന്ന് അവരേതെല്ലാം വിധത്തിൽ ഭൗതികമായ കാര്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും പ്രദാനം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് ജീവിതത്തിൻ്റെ അല്ലലറിയാതെ അപ്പനും അമ്മയും മുറുക്കി ഉടുത്തുകൊണ്ടാണെങ്കിൽ പോലും തങ്ങളുടെ കഴിവിനപ്പുറത്ത് പോയി കുഞ്ഞുങ്ങളെ സുഖസുഷുപ്തിയിൽ വളർത്തിയാൽ അവർ ആജീവനാന്തം തങ്ങളോട് സ്നേഹവും നന്ദിയും കൂറുമുള്ളവരായിരിക്കുമെന്ന ആത്മഹത്യാതുല്യമായ മണ്ടത്തരത്തിലാണ് ബഹുഭൂരിപക്ഷ മാതാക്കന്മാരും ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. കാരണം അവർ വസിക്കുന്ന ഭൗതിക സംസ്കാരത്തിൻ്റെ വിഡ്ഢിത്തരം അവരെ ആകമാനം അടക്കി ഭരിക്കുന്നു എന്നത് തന്നെയാണ്. ഭൗതിക സംസ്കാരത്തിൻ്റെ ഒരു വലിയ അപകടം അതിൽ മനുഷ്യരറിയാവുന്ന സന്തോഷത്തിൻ്റെ ഏക സ്രോതസ്സ് ഭൗതികമായ ഉപാധികൾ മാത്രമാണ്. ആത്മീകമായ ഉപാധികൾ മനുഷ്യന് സന്തോഷം പ്രദാനം ചെയ്യാൻ പര്യാപ്തമാണ് എന്ന അറിവ് ഈ ഭൗതിക സംസ്കാരത്തിൽ തികച്ചും ഇല്ല. അത് അങ്ങനെ ഒരു സാധ്യത മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ബൗദ്ധികമായ സന്തോഷം മനുഷ്യർക്ക് കൈവരിക്കാൻ സാധിക്കും. അത് വളരെ അഭികാമ്യമാണ് എന്നറിവ് പോലുമില്ല. അതിനപ്പുറത്താണ് ആത്മീകമായ സന്തോഷം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം ലേഖനത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലം എന്താണ്? സ്നേഹം, സമാധാനം, സന്തോഷം. ആ ഒരു സന്തോഷം യഥാർത്ഥമാണ് എന്ന് തങ്ങൾ സ്നേഹിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാകത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യവും ഒരു അനുഭവവും അവർക്ക് പ്രദാനം ചെയ്യുവാൻ മാതാപിതാക്കന്മാർ കൂട്ടാക്കുന്നില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയത്തക്കവണ്ണം ആരും അവരെ ഉപദേശിക്കുന്നില്ല. അങ്ങനെ ഉപദേശിക്കത്തക്ക ഒരു ശുശ്രൂഷയും ഒരു സഭയും നടത്തുന്നില്ല. ഇതൊക്കെ ശൂന്യതയുടെ മേഖലയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ അവർക്ക് ആത്മീകമായ തിരിച്ചറിവില്ലാത്തത് കൊണ്ട്, അത് അവരുടെ മാത്രം കുറ്റമല്ല, തങ്ങളുടെ മക്കളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം സന്തോഷവും നിർവൃതിയും കണ്ടെത്തുവാൻ പരിശീലിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവർ കൗമാരപ്രായമാകുമ്പോൾ അത് ഏറ്റവും കൂടുതലായി അനുഭവിക്കണമെങ്കിൽ അങ്ങ് ദൂരദേശത്തേക്ക് അപ്പൻ്റെ കണ്ണ് വെട്ടിച്ചങ്ങ് ദൂരെ പോയെങ്കിൽ, മാതാപിതാക്കന്മാരുടെ കൺവട്ടത്തിനപ്പുറത്ത് പോയെങ്കിലേ എൻ്റെ സുഖവും സുഷുപ്തിയും വർദ്ധിക്കുകയുള്ളൂ എന്നവർ തെറ്റിദ്ധരിക്കുന്നത് ന്യായമാണ്. ഈ തെറ്റിദ്ധാരണയുടെ ആരംഭം നമ്മളിലാണ് എന്നൊരു തിരിച്ചറിവ് മാതാപിതാക്കന്മാർ പ്രാപിക്കേണ്ട അത്യാവശ്യമുണ്ട്. ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൻ്റെ പ്രാധാന്യം വേണ്ടതുപോലെ പറഞ്ഞറിയിക്കേണ്ട ചാതുര്യം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വേറിട്ടൊരു കാഴ്ചപ്പാട്, ആ ഒരു അവസ്ഥ അതിൻ്റെ നെല്ലിപ്പലക കണ്ടപ്പോൾ ഇനിയും ഈ വഴിയിൽ എനിക്ക് രക്ഷയില്ല എന്ന് ആ യുവാവ് തിരിച്ചറിയുമ്പോഴാണ് അവനൊരപ്പനുണ്ടായിരുന്നു എന്ന് അവൻ ഓർമ്മ വരുന്നത്. അന്ന് വരെ അപ്പനുണ്ടായിരുന്നു, പക്ഷേ അപ്പനെന്ന സങ്കല്പത്തിൽ സ്ഥിതി ചേരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല, സ്വത്തായിരുന്നു. നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. എന്നാൽ ആ സമയത്ത് അപ്പൻ്റെ സ്വത്തിനെ പറ്റിയല്ല അവൻ പറയുന്നത്, എൻ്റെ അപ്പനെ പറ്റിയാണ് അവൻ പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനം എന്നാണ് പറയുന്നത്. എൻ്റെ ഭവനം എന്ന് അവൻ പറയുന്നില്ല, എൻ്റെ പിതാവിൻ്റെ ഭവനം. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഇനിയും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ യേശു നടത്തുന്നത് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് എനിക്കൊരു അപ്പനും ഒരു ഭവനവും ഉണ്ട് എന്ന് ആ യുവാവിന് ജീവിതത്തിൽ ആദ്യമായി വളരെ വ്യക്തമായി സത്യസന്ധമായി ആത്മാവിൽ തിരിച്ചറിയുവാനിടയാകുന്നത്?
അത് മറ്റൊരു തിരിച്ചറിവിൽ കൂടെയാണ്. അതെന്താണ്? ദൈവമുണ്ട്, ദൈവമുണ്ട്. അന്ന് വരെയും അവൻ ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതായി യാതൊരു തെളിവും അവിടെയില്ല. അന്ന് വരെ അവൻ അറിഞ്ഞത് അവൻ്റെ അപ്പൻ ധനവാനാണ്. അപ്പൻ്റെ ഓഹരിയിൽ, അപ്പൻ്റെ സ്വത്തിൽ അവനൊരു ഓഹരിയുണ്ട്. ആ ഓഹരി പ്രാപിപ്പാൻ അവന് നിയമപരമായ ഒരു അവകാശമുണ്ട്. അത് അവൻ്റേതാണ്. അതുകൊണ്ട് എന്ത് വേണേലും ചെയ്യാം. ഇതിനപ്പുറത്ത് അവന് അറിവില്ലായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിൽ ആയി യാതൊരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ഭൗതികമായ സ്വത്ത് അവനെ പൂർണ്ണമായി കൈയൊഴിഞ്ഞ് യാതൊരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ അവന് ഏറ്റവും അനുഗ്രഹം പ്രദാനം ചെയ്യുന്നൊരു തിരിച്ചറിവ് ലഭിക്കുകയാണ്. എന്താണ്? ദൈവമുണ്ട്. ഈ ദൈവമുണ്ട് എന്ന ആന്തരികമായ സത്യസന്ധമായ ആത്മാവിലെ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് എനിക്കൊരു ഭവനവും ഒരു പിതാവുമുണ്ട് എന്ന് ആ യുവാവ് തിരിച്ചറിയുന്നത്. ദയവായി മനസ്സിലാക്കുക. അങ്ങനെ മാത്രമേ പിതാവ് എന്താണെന്നും ഭവനമാണെന്നും മക്കൾക്ക് മനസ്സിലാകുകയുള്ളൂ. മറ്റൊരു വിധത്തിലും അവർക്ക് മനസ്സിലാകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭൗതികമായ നന്മ കൊണ്ടും സന്തോഷങ്ങൾ കൊണ്ടും നിറയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുവാൻ നിങ്ങൾ കൂടുതൽ അവർക്ക് പ്രേരണ നൽകുകയാണ്. എന്നാൽ അവർ നിങ്ങളിൽ നിന്ന് അകലുന്നതിന് മുൻപ് അവർ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കും. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ആർക്കും ഭവനത്തെയും മാതാപിതാക്കന്മാരെയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകുവാൻ സാധ്യമല്ല എന്നത് ഒരു സുവിശേഷതാണ്. അതാണ് ഏറ്റവും നല്ല ഗുഡ് ന്യൂസ്. കാരണം എന്താണ്? പ്രത്യാശയുടെ യുക്തി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ദൈവത്തെ എപ്പോൾ ആത്മാവിലും സത്യത്തിലും തിരിച്ചറിയുന്നുവോ ആ സമയത്ത് ആ യുവാവ് അവൻ്റെ ഭവനത്തെയും അവൻ്റെ പിതാവിനെയും തിരിച്ചറിയും. വാസ്തവത്തിൽ ഈ ദൂരദേശത്തേക്ക് പോയി മരണത്തിൻ്റെ വക്കിൽ, സർവനാശത്തിൻ്റെയും വക്കിലായിരിക്കുന്ന മനുഷ്യൻ, യുവാവ് ആദ്യമായിട്ട് ആത്മീയമായി പിറന്നു വീഴുകയാണ്. അവൻ്റെ പ്രസവവേദന ലോകത്തിൽ 2 തരത്തിലുള്ള പ്രസവവേദനയുണ്ട് എന്നൊരു പക്ഷേ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല. നിങ്ങളെ പ്രസവിച്ചപ്പോൾ നിങ്ങളുടെ അമ്മമാർ അനുഭവിച്ച ഒരു പ്രസവവേദനയുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടതിന് നിങ്ങൾ അനുഭവിക്കേണ്ട പ്രസവവേദന. ആദ്യത്തെ പ്രസവവേദന സ്ത്രീ മാത്രം അനുഭവിക്കുന്നു. രണ്ടാമത്തെ പ്രസവവേദന എല്ലാ വ്യക്തികളും അനുഭവിക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ആത്മീയമായ വീണ്ടും ജനനം സാധിക്കേണ്ടതിന് എല്ലാ വ്യക്തികളും അനുഭവിക്കേണ്ട അവസ്ഥയുടെ പേരാണ് ആത്മീയമായ പ്രസവവേദന. ഈ പ്രസവവേദനയില്ലാതെ വീണ്ടും ജനനം നടക്കത്തില്ല എന്ന് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള യുക്തി നമുക്കുണ്ടല്ലോ. യേശു നിക്കോദീമോസിനോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യം കാണുകയില്ല. ഈ വീണ്ടും ജനിക്കണമെങ്കിൽ അതിന് പ്രസവവേദന വേണ്ടേ? ആ പ്രസവവേദന ആരാണ് അനുഭവിക്കേണ്ടത്? അമ്മയാണോ? അത് മനസ്സിലാക്കാൻ നിക്കോദീമോസിന് കഴിവില്ലായിരുന്നു. കാരണം അവൻ മതത്തിൻ്റെ മേഖലയിലിരുന്ന് കണ്ണടഞ്ഞു പോയവനാണ്. നല്ലവനാണ്, പക്ഷേ ഹൃദയം നല്ലതാണ്, പക്ഷേ കണ്ണടഞ്ഞു പോയി, മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കുന്നത്? നീ പറയുന്ന പൊട്ടത്തരമല്ലേ എന്നാണ് യേശുവിനോട് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ യേശു പറയുന്നത്, നീ യഹൂദന്മാരുടെ നേതാവായിരുന്നിട്ട് നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലാകുന്നില്ലല്ലോ നിക്കോദീമോസേ. അതിലെന്ത് സങ്കടമാണ് നമുക്കിന്നും മനസ്സിലാകാത്ത കാര്യമാണ്. നമുക്കൊരു പ്രസവവേദന വ്യക്തിപരമായ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അനുഭവിക്കേണ്ട ഒരു പ്രസവവേദനയുണ്ട്. ആ പ്രസവവേദനയിൽ കൂടെ മാത്രമേ നമുക്ക് വീണ്ടും ജനിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നാം എന്താണ് ചെയ്തത്? അതിപ്രധാനമായ ആത്മീയ ആശയത്തെ എടുത്ത് തികച്ചും വികൃതമാക്കി. ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ ചെന്ന് നിന്ന് ഞാൻ കർക്കിടക മാസം 12-ാം തീയതി എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു, ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വീണ്ടും ജനനമില്ല. നീ നിന്നെ തന്നെ പ്രസവിക്കാതെ, നിന്നോട് മരിച്ച് നീ നിന്നെ തന്നെ പ്രസവിക്കുന്നില്ല എങ്കിൽ നീ വീണ്ടും ജനിക്കുകയില്ല. അത് ഒരു വലിയ അവസ്ഥയാണ്. അത് മരണതുല്യമായ ഒരവസ്ഥയാണ്. അത് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടമാണ്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഈ പിതാവിന്
ഒരു മകൻ പിറക്കുന്നത് അവിടെ വെച്ചാണ്. ഈ സംഭവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയവും അത്ഭുതകരമായ ഒരു വെളിപ്പെടുത്തൽ എന്താണ്? ആ പിതാവിനൊരു മകൻ പിറക്കുന്നത് ആ ഭവനത്തിൽ വെച്ചല്ല, അങ്ങ് ദൂരദേശത്ത് വെച്ചാണ്. ആദ്യമായി അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു. എനിക്കൊരു പിതാവുണ്ട്. അന്ന് മുൻപ് അവൻ അങ്ങനെ അറിഞ്ഞിരുന്നതേയില്ല. കൂടെ വസിച്ചു, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് വെളിയിൽ പോയി നടന്നു, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ആഹാരമൊക്കെ കഴിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷേ അപ്പനായിരുന്നില്ല, മകനായിരുന്നില്ല. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ആ ഒരു അനുഭവം പ്രാപിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എത്ര മക്കളുണ്ട് എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എടുത്തു ചാടി ഉത്തരം പറയരുത്. നമുക്കറിയില്ല എന്നതാണ് ഇന്നത്തെ വാസ്തവം. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ മേൽത്തരമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ മാതാപിതാക്കന്മാർക്ക് കഴിയുമെന്നതാണ് സുവിശേഷം. പക്ഷേ അത് സാധിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു പരിശീലനം മാതാപിതാക്കന്മാർക്ക് ലഭിക്കണം. തങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ആദ്യവും ആത്യന്തികവുമായി അവർ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് അവർക്ക് ആത്മാവിലും സത്യത്തിലും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ മക്കളെ വളർത്തുന്ന മാതാപിതാക്കന്മാർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ ഭാഗ്യവതികൾ. അവർക്ക് മക്കളുണ്ടാകും. അവർക്ക് യഥാർത്ഥത്തിൽ മക്കളുണ്ടാകും. അവരുടെ മക്കൾ മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരുമ്പോൾ അതൊരു വലിയ ആഹ്ലാദത്തിന്, ആഘോഷത്തിന് വഴിയൊരുക്കും എന്നതാണ് ഈ അതുല്യമായ ഉപമയുടെ ആന്തരികമായ ആത്മീയ പൊരുൾ എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് ഈ പിതാവിന് അത് ആഘോഷിക്കാതെ വയ്യ. പക്ഷേ അത് കടുകടിക്കുന്ന വേറൊരു യുവാവും അവിടെ നിൽപ്പുണ്ട്. അവൻ ഒരിക്കലും മകനായിരുന്നില്ല, ഒരിക്കലും മകനാകുകയുമില്ല. കാരണം അവൻ വീണ്ടും ജനിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അപ്പനും അമ്മയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകുന്നവൻ മാത്രമേ വീണ്ടും ജനിക്കുകയുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്, ആ മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ആ സമ്പത്തിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടിട്ട് ഈ സമ്പത്തിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്, ആത്മീയമായ ഒരു വലിയ ലോകമുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സമ്പത്തിനോടുള്ള 100% നാം വെച്ചു പുലർത്തുന്ന ആശ്രയബോധമില്ലേ, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ ഈ ഭൗതികമായ സമ്പത്തിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മീയമായ സന്തോഷവും ആഹ്ലാദവും ഉത്സവമുണ്ട് എന്ന് ആർക്കും തിരിച്ചറിയാൻ സാധ്യമല്ല. ഈ മൂത്തപുത്രൻ അവിടെ തന്നെ നിന്നതുകൊണ്ട് അവന് ഭൗതികമായ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് പോകുവാനുള്ള കഴിവ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവനൊരിക്കലും യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ഒരു മകനായി വളരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ മരിച്ചുപോയി ജീവനത്തിലേക്ക് തിരിച്ചു വന്ന, ഇപ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ മകനായി വന്ന പുത്രൻ്റെ മടങ്ങി വരവ് ആഘോഷിക്കുന്ന പിതാവിനോട് നീരസം മാത്രം അനുഭവിക്കുന്ന മൂത്തപുത്രൻ അവനെങ്ങനെയാണ് പുത്രനാകുക? പിതാവിൻ്റെ സന്തോഷം കാണുമ്പോൾ നീരസം മാത്രം അനുഭവിപ്പാൻ കഴിയുന്ന ഒരു യുവാവ് എങ്ങനെയാണ് പുത്രനാകുന്നത്? പിതാവ് ആഘോഷിച്ചാൽ അത് തനിക്കെതിരെ ചെയ്യുന്ന പാപമാണ് എന്ന് ഒരു യുവാവ് വിശ്വസിച്ചാൽ അവനെ എങ്ങനെയാണ് പുത്രനാകുന്നത്? അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഒരു വലിയ ശ്രദ്ധേയമായ, നമുക്ക് ഏവർക്കും പ്രതീക്ഷ നൽകുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൻ്റെ കൂടെ നിന്ന് പണി ചെയ്ത മകനായിരുന്നില്ല, അവൻ വെറും യുവാവ് മാത്രമായിരുന്നു. അപ്പൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോയി ഭൗതികമായ സമ്പത്തിൻ്റെ വില ഇത്രയേ ഉള്ളൂ, അതിൻ്റെ സാധ്യത ഇത്രയേ ഉള്ളൂ, അതിനെ ആശ്രയിച്ചാൽ ഞാൻ പന്നി പോലെ ആയിത്തീരും എന്ന തിരിച്ചറിവിൽ ഒരു പുതിയ ആത്മീയ വ്യക്തിത്വത്തിലേക്ക് പിറന്നു വീഴുവാൻ അവസരവും ഭാഗ്യവും ലഭിച്ച ഈ ഇളയപുത്രൻ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് സധൈര്യം തീരുമാനിച്ച ഇളയപുത്രൻ, അവൻ യഥാർത്ഥത്തിലൊരു പുത്രനായിട്ടാണ് മടങ്ങി വന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായൊരു പുത്രനെ ലഭിച്ച ആഹ്ലാദമാണ് ഈ പിതാവ് ഒരാഘോഷമാക്കി മാറ്റുന്നത്. പക്ഷേ ആ ആഘോഷത്തെ ഒന്ന് തിരിച്ചറിയാൻ പോലും എപ്പോഴും കൂടെ നിന്ന് കാൽച്ചുവട്ടിൽ മാത്രം നിന്ന നല്ല പിള്ള ചമഞ്ഞ് നടന്ന ഈ മൂത്ത പുത്രന്
കഴിഞ്ഞില്ല എന്നതും വളരെ ദുഃഖമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ ആത്യന്തികമായി പറയുന്നത്, മാതാപിതാക്കന്മാരെ, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നമുക്ക് പിറന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കളാകണമെങ്കിൽ ആദ്യം അവർ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന യാഥാർത്ഥ്യം അവർക്ക് ഏറ്റവും വിശ്വസനീയമായ വിധത്തിൽ, അതിൻ്റെ എന്താണ് പറയുന്നത്, ഏറ്റവും ആഴമേറിയ സത്യത്തെ അനുഭവത്തിൽ കൂടെ അവരുടെ മജ്ജയിലും മാംസത്തിലും ലിഖിതമാക്കപ്പെടുന്ന വിധത്തിൽ അവരെ പരിശീലിപ്പിക്കുമ്പോൾ മാത്രമേ അവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് അവർ തിരിച്ചറിയുന്നതിൽ കൂടെ മാത്രമാണ് എൻ്റെ മാതാപിതാക്കന്മാർ ദൈവം എനിക്ക് നൽകിയ ദാനമാണ് എന്ന് അവർ തിരിച്ചറിയുകയും അതുകൊണ്ട് അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ അവരുടെ അപ്പനായും അമ്മയായും സ്വീകരിച്ച് വിലമതിക്കുകയും ചെയ്യുകയുള്ളൂ എന്നതാണ് ഈ ഉള്ളവൻ്റെ സാക്ഷ്യം. ഇതിനെപ്പറ്റി ദയവായി നിങ്ങൾ ചിന്തിക്കണം. മക്കൾ എൻ്റെ സ്വകാര്യ സ്വത്താണ് എന്ന കാഴ്ചപ്പാടിൽ മാത്രം മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ അവർക്കുള്ള ഭൗതികമായ സമ്പത്തിൻ്റെ കൊഴുപ്പ് അല്ലെങ്കിൽ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഇക്കിളി മാത്രം ആശ്രയിച്ച് വളർത്തുന്നത് വലിയ അപകടമാണ്. അതിൻ്റെ അപകടം എന്തെന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം വൈകിയിരിക്കും. ജീവിതത്തിൻ്റെ അന്തിമയാമങ്ങളിൽ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ ആ തിരിച്ചറിവുണ്ടായിട്ട് യാതൊരു പ്രയോജനവുമില്ല. ജീവിതം ദുഃഖിച്ച് ഉരുകി നശിച്ചു പോകാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണിത്. ഞാൻ ചോദ്യം ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏവർക്കും നമസ്കാരം.